പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് വാണിജ്യ LPG വിതരണത്തിലുണ്ടായ കടുത്ത ക്ഷാമം രാജ്യത്തെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഹോട്ടലുകളും ക്യാൻറ്റീനുകളും ഹോസ്റ്റലുകളും എല്ലാം അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ മാത്രം 2500ഓളം ഹോട്ടലുകൾ പൂട്ടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ 20% ഹോട്ടലുകൾ ഇതുവരെ അടച്ചുപൂട്ടി. ഇതിനിടെ ഗ്യാസ് സിലിണ്ടർ വിൽപ്പനയിൽ കരിഞ്ചന്തയിലും വിൽപ്പന വ്യാപകമായിട്ടുണ്ട്. രാജ്യത്ത് LPG ക്ഷാമം ഇല്ലെന്ന് പറയുമ്പോഴും പാചകത്തിന് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകുന്നുണ്ട്. LPGക്ക് പകരം കൽക്കരിയും മണ്ണെണ്ണയും ഉപയോഗിക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ സംഘർഷം 14ാം ദിവസവും മാറ്റമില്ലാതെ തുടരുകയാണ്. ടെഹ്റാനിലും ഇറാനിലെ മറ്റ് പ്രദേശങ്ങളിലും US-ഉം ഇസ്രയേലും ഇന്നും ശക്തമായ ആക്രമണം നടത്തി. ഇറാന് പുറമെ ലെബനനിലേക്കും ഇസ്രയേൽ ആക്രമണം തുടർന്നു. പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയിക്ക് ആക്രമണത്തിൽ പരുക്കുപറ്റിയതായും റിപ്പോർട്ടുണ്ട്. അധികാരമേറ്റിട്ടും മുജ്തബ ഖമനയി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ പ്രത്യാക്രമണവും ഇന്നും തുടർന്നു. ആക്രമണം ഇനിയും നീളുമെന്ന സൂചനയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനും നൽകുന്നത്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നതും യുദ്ധം തുടരുന്നതും ലോക സാമ്പത്തിക ക്രമത്തെ ആകെ ബാധിച്ചിട്ടുണ്ട്. യുദ്ധം ഇനിയും നീളുന്നത് ലോകത്തെ സാമ്പത്തികമായി ഞെരുക്കുമോ? ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഊർജ്ജ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും? ആദ്യം കാണാം ആദ്യ എക്സ്ട്രാ. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ഇന്നും ഇസ്രയേൽ ആക്രമണം നടത്തി. ടെഹ്റാന് സമീപം ജാവേദിയയിൽ വ്യോമാക്രമണം ഉണ്ടായി. ലബനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ 5 കുട്ടികളടക്കം 9 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ റംസാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് അൽഖുദ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇറാനിലെ വിവിധ മേഖലകളിൽ റാലികൾ നടന്നു. ഈ റാലികൾക്ക് സമീപവും ആക്രമണങ്ങൾ നടന്നതായും ഒരാൾ കൊല്ലപ്പെട്ടതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഗൾഫ് മേഖലയിലെ US ആർമി ബേസുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ തുടരുകയാണ്. ഇന്ന് മാത്രം 115 മിസൈലുകളും 191 ഡ്രോണുകളും നശിപ്പിച്ചതായി ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 50-ലധികം ഡ്രോണുകൾ നിർവീര്യമാക്കിയതായി സൗദി അറേബ്യയും അറിയിച്ചു. ഇതിനിടെ അമേരിക്കയുടെ സൈനിക വിമാനം ഇറാഖിൽ തകർന്നു വീണ 4 പേർ കൊല്ലപ്പെട്ടു. വിമാനം ഇറാന്റെ ആക്രമണത്തിൽ തകർന്നതല്ലെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നതിനിടെ കേരളത്തിൽ ഉൾപ്പെടെ LPG ക്ഷാമം രൂക്ഷമായി. സംസ്ഥാനത്ത് ഇന്നും നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ MP-മാർ പ്രതിഷേധിച്ചു. എന്നാൽ രാജ്യത്ത് ഈ പറയും വിധമുള്ള ഊർജ്ജ പ്രതിസന്ധി ഇല്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വാദം. RDX ന്യൂസ് മലയാളം. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1444 ആയിട്ടുണ്ട്. ഇറാനിലെ ആരക്കിലേക്ക് നടന്ന സംയുക്ത ആക്രമണത്തിൽ അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടു. US ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 687 ആയി. ഇസ്രായേലിലെ വടക്കൻ സെർസിറിലെ കെട്ടിടത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. ഗൾഫിലെ ഓയിൽ ടാങ്കറുകളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യം വെച്ച് ഇറാന്റെ ആക്രമണമുണ്ടായി. ഇറാഖിലെ US ബേസുകൾക്ക് നേരെ ഇറാഖിലെ ഷിയ അനുകൂലികൾ ആക്രമണം നടത്തി എന്നുള്ള വാർത്തയുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകൾ ലക്ഷ്യമിട്ട് ഇന്നും ഇറാന്റെ ആക്രമണമുണ്ടായി. ഇസ്രായേലിലെ ബീർഷബയിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ പറയുന്നു. ഇറാന്റെ വൈദ്യുതി സംവിധാനത്തെ തകർക്കുമെന്ന് ട്രംപിന്റെ ഭീഷണിയുണ്ട്. ആക്രമിച്ചാൽ അരമണിക്കൂറിനകം മുഴുവൻ ഇരുട്ടിലാക്കി അതേ നാണയത്തിൽ മറുപടി നൽകും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. LPG ക്ഷാമം രൂക്ഷമാണ്. 30% ഇന്ധന പ്രതിസന്ധി മാത്രമാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നത്. പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. മോദിയുടെ മോശം വിദേശ നയമാണ് ഇന്ധന പ്രതിസന്ധിക്ക് കാരണം എന്നാണ് വിമർശനം. ട്രെയിനിലെ കാറ്ററിംഗ് സർവീസ് കമ്പനികളോട് പാചകത്തിന് ബദൽ മാർഗം കാണണമെന്ന് റെയിൽവേയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. LPG ക്ഷാമം രൂക്ഷമായതോടെ ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന കുതിച്ചുയർന്നതായാണ് റിപ്പോർട്ട്. LPGക്ക് പകരം മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാൻ സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. കരിഞ്ചന്തയിൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് 3000-ലധികം രൂപയാണിപ്പോൾ. നിലവിൽ സംസ്ഥാനത്തെ 25% ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നു എന്നാണ് കണക്ക് വരുന്നത്. ഈ യുദ്ധം ബാക്കി വയ്ക്കുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ ഓഹരി വിപണിയിൽ വൻ ഇടിവാണ്. സെൻസെക്സ് 1470 പോയിന്റ് ഇടിഞ്ഞ് 10 മാസത്തിലെ ഏറ്റവും മോശം സ്ഥിതിയിലാണ്. നിഫ്റ്റി 2%-ലധികം പോയിന്റ് ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപ റെക്കോർഡ് തകർച്ചയിലാണ്. രൂപയുടെ മൂല്യം 92.47 ആയി തകർന്നടിഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില ബാരലിന് $100 കടന്നു എന്നതുകൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യം. സംസ്ഥാനത്തെ പ്രതിസന്ധി മറികടക്കാൻ ഇടപെടേണ്ടത് കേന്ദ്രമാണെന്നും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ കണ്ണു തുറക്കണമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വാക്കുകളിലേക്ക്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ശ്രീ സുരേഷ് ഗോപിയാണ് പെട്രോളിയം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. അവരിത് നേരിട്ട് കണ്ണു തുറന്ന് കാണണമെന്ന്, ഈ വസ്തുത കാണണമെന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്.
യഥാർത്ഥത്തിലുള്ള ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആളുകളിൽ വല്ലാത്ത ഭീതിയും ആശങ്കയുമാണ്. മറ്റെന്തിനേക്കാൾ ജീവവായു പോലത്തെ ഒരവസ്ഥയാണ് ഈ കുക്കിംഗ് ഗ്യാസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. ഇതിനിടെ തിരുവനന്തപുരം ചാലയിൽ ഹോട്ടലിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ മോഷണം പോയി. ഇന്ന് പുലർച്ചെയായിരുന്നു കവർച്ച. ഗ്യാസ് സിലിണ്ടർ മോഷ്ടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം സിലിണ്ടറുകൾ കിട്ടാതായതോടെ രാജ്യത്താകെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും വ്യാപകമായിരിക്കുകയാണ്. ഇതോടെ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ വാങ്ങാനും ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ നീണ്ട വരികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുമുള്ള ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. LPG സിലിണ്ടറുകൾക്ക് പുറമെ പെട്രോളും ഡീസലും തീരുമെന്ന പേടിയിൽ ചെന്നൈയിൽ ജനങ്ങൾ പമ്പുകളിലേക്ക് ഒന്നിച്ചെത്തിയതും പ്രതിസന്ധി ഉണ്ടാക്കി. മിക്ക പമ്പുകളുടെ മുന്നിലും നീണ്ട ക്യൂ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി നമുക്ക് കാണാം. മനീഷ്, ഇതിപ്പോൾ ഈ ആളുകളുടെ ഭീതി ഒരു ഘടകമാണ്. ഈ പെട്രോൾ ഡീസൽ നിറയ്ക്കുന്നതിന് വേണ്ടി പമ്പിലേക്ക് ഓടുന്ന ആളുകൾ ആ ഭയം കൊണ്ട് ഓടുന്നതാണ്. കാരണം LPGക്ക് ക്ഷാമം ഉണ്ടായിരിക്കുന്നു, അത് മുന്നിലുണ്ട്, അതുകൊണ്ടുള്ള ഓട്ടമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യുദ്ധത്തിൻ്റെ സാഹചര്യം, അത് നീളാനുള്ള ലക്ഷണം തന്നെയാണ് കാണുന്നത്. ആ കാര്യത്തിലൊരു സംശയവുമില്ല. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഈ എണ്ണ നീക്കം, ആ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ഇപ്പോൾ ആലോചിക്കാനുള്ളത്. അത് മാറ്റമുണ്ടായില്ലെങ്കിൽ നമ്മൾ പ്രതിസന്ധിയിലായി തുടരും. 2500 ഹോട്ടലുകൾ കൊച്ചിയിൽ മാത്രം അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്ത് തോന്നുന്നു? അല്ല, അങ്ങേയറ്റം ഗൗരവതരമായിട്ടൊരു വിഷയമാണല്ലോ, ഒരു സംശയമില്ല. അതായത് നമ്മൾ വൻ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി പെട്ടെന്ന് തീരുന്ന് കണക്കാക്കുക വയ്യ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ട് മുമ്പ് ഈ ഫോണെടുത്ത് നോക്കുമ്പോൾ ഒരു ഇൻസ്റ്റായിൽ റീല് കണ്ടു. അത് ഒരല്പം ഇതിൻ്റെ ഗൗരവത്തോട് ചേരുന്നതല്ല, എന്നാലും ഒരു തമാശ പോലെ എടുത്തിട്ട് എന്നോട് ക്ഷമിക്കണം അത് പറയുന്നതിന്. പക്ഷേ ആ ഇൻസ്റ്റാ റീലിലുള്ളത് സത്യനന്ദിക്കാടിൻ്റെ 2 സിനിമകളിലെ ഒരു ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് കണ്ടില്ലേ എന്ന് പറയുന്നതാണ്. സത്യനന്ദിക്കാടിൻ്റെ വിനോദയാത്ര എന്ന സിനിമയിൽ മീര ജാസ്മിൻ ദിലീപിനോട് പറയുന്നൊരു സീനാണ്. അതായത് വീട്ടിൽ നടക്കുന്ന മൂപ്പരുടെ പതിവ് കാര്യമുണ്ടല്ലോ, അത് വീട്ടിൽ 1 കിലോ അരിയുടെ വില എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. അല്ലാതെ ഉഗാണ്ടയിൽ നടക്കുന്നത് എന്താണ്, ഉക്രൈനിൽ നടക്കുന്നത് എന്താണ്, മറ്റെന്താണ്, മറിച്ച് എന്താണ്, അങ്ങനെ ലോകത്തിലെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്ന് മീര ജാസ്മിൻ ഉപദേശിക്കുന്നതായിട്ടാണ് ആ ഒരു ഖണ്ഡം. മറ്റേത് നമ്മുടെ പ്രശസ്തമായുള്ള സന്ദേശം സിനിമയിൽ ഈ നമ്മുടെ ശ്രീനിവാസൻ്റെ കഥാപാത്രം ഇങ്ങനെ അവിടെ എന്ത് നടക്കുന്നു, പോളണ്ടിൽ എന്ത് നടക്കുന്നു, ഇതാണ് ഇവിടുത്തെ കാര്യം പറ എന്ന് ജയറാം പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ റീലുണ്ടാക്കിയ ആൾ പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് പരിഹാസ്യമായി തോന്നിയ സന്ദേശത്തിലെ ശ്രീനിവാസൻ പറയുന്ന കാര്യം നമ്മൾ നേർക്കുനേർ വസ്തുതയായിട്ട് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതാണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം മീര ജാസ്മിൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം അങ്ങേയറ്റം ഇതല്ലല്ലോ ശരി എന്ന കാര്യം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താഴെ കമൻറ്റെല്ലാം വായിക്കുമ്പോൾ ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞ്, അതായത് സ്വന്തം വീട്ടിലെയും നാട്ടിലെയും കാര്യം നോക്കിയിട്ട് സുഖമായിട്ട് ജീവിച്ചാൽ മതി, ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടതായിരുന്നു, കേരളത്തിലെ ആളുകളെ വലുതായിട്ട് പഠിപ്പിച്ച സത്യനന്ദിക്കാടിൻ്റെ അടുക്കളയിൽ പോലും ഗ്യാസില്ല ഇപ്പോൾ എന്ന് താഴെയുള്ള ഒരാൾ കമൻറ്റ് എഴുതിയായിട്ട് കണ്ടു. അല്ല, സത്യനന്ദിക്കാടിൻ്റെ എന്ന് കൂട്ടുന്ന സത്യനന്ദിക്കാട് കഥാപാത്രങ്ങളുടെ അടുക്കളയിൽ ഇപ്പോൾ ഗ്യാസില്ല. പക്ഷേ ഇനി സത്യനന്ദിക്കാടിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ ഗാസയിൽ ഏകപക്ഷീയമായിട്ട് കുഞ്ഞുങ്ങളെ അടക്കം ആഞ്ഞാഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ വാർത്ത വന്ന് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹൃദയവേദനയോടെ ഇരിക്കുമ്പോൾ അതിന് താഴെ ഇമേജ് ഇട്ടുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അവർക്ക് ഹോട്ടലുകളിൽ ഭക്ഷണമില്ല, അവരുടെ വീടുകളിലേക്ക് അവരുടെ അടുക്കളയിലേക്ക് യുദ്ധം എത്തിക്കഴിഞ്ഞു. അവരിൽ സ്വിഗ്ഗി ഓടിച്ചുകൊണ്ട് ഇടനേരങ്ങളിൽ ഇരുന്നിട്ട് ഇട്ടുകൊണ്ടിരുന്ന മനുഷ്യരായിരുന്നെങ്കിൽ അവർക്കിപ്പോൾ സ്വിഗ്ഗി ഓടിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ യുദ്ധം അന്ന് ഓർമ്മയുണ്ടോ വർഷം? അതായത് സ്വരാജ് ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയുണ്ട്. സ്വരാജ് പറഞ്ഞു, അതായത് യുദ്ധത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതാവ് എന്നല്ല അദ്ദേഹം പറഞ്ഞു, അതാണ് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് ഞാനത് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഈ സത്യനന്ദിക്കാടിൻ്റെ തമാശകൾ വിതരണം ചെയ്യുകയായിരുന്നു അന്ന് ഒരുപാട് ആളുകൾ. അതായത് യുദ്ധം അവിടെ നടക്കട്ടെ, നമുക്കെന്താ രസകരമായ ഒരു കാര്യമാണ്, ഇൻസ്റ്റാ റീലൊക്കെ ആയിട്ട് കാണാവുന്ന സംഗതി മാത്രമാണ് എന്നും, കുട്ടികൾ മരിക്കുന്നു എന്ന ദൃശ്യങ്ങൾക്ക് താഴെ പോലും ഇടുന്ന മനുഷ്യരിപ്പോൾ വീട്ടിൽ ഭക്ഷണമില്ലാതെ, അടുക്കളയിൽ ഗ്യാസ് ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്നുള്ള മട്ടിലല്ലേ സ്ഥിതി യഥാർത്ഥത്തിൽ. ഇത് പ്രശ്നം ഈ പ്രതിസന്ധിയുടെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? അങ്ങനെ ആയിരിക്കട്ടെ, ഈ പ്രശ്നം അങ്ങ് പരിഹരിക്കപ്പെടുകയാണ് വരും ദിവസങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ അങ്ങനെയാണോ സംഭവിക്കുക?
അങ്ങനെയല്ല സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞ വളത്തിൻ്റെ പ്രതിസന്ധി അതാണ്. ഈ ഹോർമൂസ് കടലെടുക്ക് വഴി തന്നെ പോകുന്ന മീഥെയിൻ ഗ്യാസ് വഴി ഉണ്ടാക്കുന്ന യൂറിയയുടെ വിതരണം തടസ്സപ്പെട്ടാൽ, ഈ വളം നിർമ്മാണം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഭക്ഷ്യവസ്തുക്കൾക്ക് ദീർഘകാലത്തേക്ക് ക്ഷാമം വരും എന്നതാണല്ലോ ഒരു വളരെ പണ്ഡിതരായിട്ടുള്ള ആളുകൾ എഴുതിയ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബിഗ്ഗസ്റ്റ് എനർജി സപ്ലൈ ഷോക്ക് ഇൻ ഹിസ്റ്ററി എന്നാണ് ഗാർഡിയൻ അവരുടെ ഏറ്റവും ലേഖനത്തിൻ്റെ, അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഗതിയാണ്. ഈ ഓയിൽ സപ്ലൈ ചെയിൻ ഈ ലോകത്തുണ്ടായതിനു ശേഷം, ഈ ഓയിൽ വിപണി ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളതിനെ എങ്ങനെ കാണണം? അപ്പോൾ ഈ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിസന്ധിയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്, ഇതിൻ്റെ ഫലങ്ങൾ ആത്യന്തികമായിട്ട് എന്താവും നമുക്കറിയില്ല. ചരിത്രത്തിൽ നമുക്ക് പാഠങ്ങളില്ല. ഇത് വന്നാൽ ഇത്രത്തോളം മുന്നോട്ട് പോകും, ഇത്രത്തോളം നമ്മൾ നേരിടേണ്ടി വരും എന്ന് നമുക്കറിയില്ല. നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടുന്നൊരു സാഹചര്യമായിട്ടാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും ഇവിടുത്തെ ഇലക്ഷനും ഇവിടുത്തെ കാര്യങ്ങളും എൻ്റെ അടുക്കളയിലുള്ള അരിയുടെ അളവും അതിൻ്റെ വില എത്രയാണെന്ന് മാത്രം നോക്കിയിട്ട് ഒരു മനുഷ്യനും ഇനി കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ പോലും ഈ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യനന്ദിക്കാണ്ട് ഈ സിനിമകൾ വരുന്ന കാലം ഏതാണ്ട് എനിക്ക് തോന്നുന്നു, അത് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. ആ കാലത്തിൻ്റെ മനോഭാവത്തിലേക്ക് അത് വന്നതിൻ്റെ ഒരു കാര്യം, ആ കാലം കുറെ കൂടെ സമാധാനപരമായ ഒരു കാലമായിരുന്നു. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന യുദ്ധങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല സ്ഥിതി. എവിടെ ഒന്ന് പൊട്ടിയാലും എങ്ങനെയാണ് കുഴപ്പമുള്ളത്. ഇപ്പോൾ തന്നെ ഇപ്പോൾ വന്ന ഖമനയെ പരിക്കേൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഇവർ വലിയ അവകാശവാദം പറയുന്നുണ്ട്. പരിക്കേൽപ്പിച്ചാൽ ഒരു ഖമനയെ കൊന്നുകളഞ്ഞു, എന്നിട്ട് എന്താണ് റെജീം ചേഞ്ച് ഉണ്ടായിട്ട് അവരാകെ കാര്യങ്ങൾ നടത്തുന്നു പറയുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അല്ല, രണ്ടാമത്തെ ഖമനയെ വന്നു. അവരുടെ അതായത് പല ആളുകളും പല മനുഷ്യരും ഹർഷ ഈ ഓയിൽ ഗ്ലോബൽ എനർജി സിസ്റ്റത്തിൻ്റെ കീ പോയിൻ്റ് ആയിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് ഇതേ ഇറാൻ്റെ കൈവശമാണുള്ളത്. അവരൊരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പ്രതിസന്ധിയിലാകും മൊത്തം എന്ന കാര്യം പലരും അറിയുന്നത് ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഖമനയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ് ഇവർ, പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ആരാണ് ജയിക്കുക? ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ വായിച്ച ഗാർഡിയനും എക്കണോമിസ്റ്റും രണ്ടുപേരും ഒരേപോലെ പറയുന്ന കാര്യം, ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് കാര്യങ്ങൾ തന്നെ നോക്കുന്ന ആളുകൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ പറയുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്, ഇത് ഉടനടി പരിഹരിക്കാൻ പോകുന്ന സംഗതിയല്ല എന്നാണ് അവർ പറയുന്നത്. അതായത് അതിൽ തന്നെ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ അതാണ്. അതായത് ഈ ട്രംപ് ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് യുദ്ധം ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും കരുത്തനായതുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഏറ്റവും ഭയപ്പെടേണ്ടതും. ട്രംപാണ് ഏറ്റവും ദുർബലനും വിവരമില്ലാത്ത പ്രസിഡന്റ് എന്നതുകൊണ്ടാണ് ഈ യുദ്ധ സാഹചര്യത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനിയും ഭയപ്പെടേണ്ടത്. കാരണം അയാൾ നിർത്തില്ല എന്ന് പറയുമ്പോൾ ഇറാൻ എന്താണ്? ഇറാന് ഈ ആക്രമണങ്ങളും അവരുടെ രക്തസാക്ഷിത്വവും ഇറാനെ കൂടുതൽ ജ്വലിപ്പിക്കുകയുള്ളൂ. മറ്റവരെ പോലെ ഭയപ്പെടുത്തുകയല്ല ചെയ്യുക, ജ്വലിപ്പിക്കുകയുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഗാർഡിയനും എക്കണോമിക്സും പോലുള്ള ആളുകളെല്ലാം പറയുന്നൊരു കാര്യം, ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പ്രതിസന്ധി ആരെയാണ് ബാധിക്കുക? ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്, ഏറ്റവും പാവപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ. നമ്മുടെ ഉച്ചയൂണ് തൊട്ട് ഐഫോൺ വരെ വില കൂടുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇപ്പോഴല്ല, ഇനി അങ്ങോട്ട് വില കൂടുന്ന കാലമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഗാസയിലെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഗാസയിൽ ഏതാണ്ട് പ്രശ്നങ്ങളെല്ലാം ശരിയായിട്ട് അവിടെ ബാക്കിയായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഈ സന്നദ്ധ സംഘടനകൾ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇപ്പോൾ വീണ്ടും അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കിട്ടുന്ന ഭക്ഷണത്തിന് 10 ഇരട്ടിയായിട്ട് ഭക്ഷണത്തിൻ്റെ വില കുതിച്ചുയരുകയാണ്. ആ കുട്ടികൾ മരിക്കും, പട്ടിണി കൊണ്ടും മരിക്കും. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്നദ്ധ സഹായങ്ങളും സംഘടനകളെല്ലാം നിർത്തി. അമേരിക്ക അവരുടെ വഴിക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ പോകുന്നില്ല, ഇന്ധനമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ പോകുന്നില്ല. ഈ പാവപ്പെട്ട രാജ്യങ്ങളിലെ ആരോഗ്യ ക്ലിനിക്കുകളെ കൊണ്ടുപോകേണ്ട ജനറേറ്റർ സംവിധാനങ്ങൾ പ്രവർത്തിക്കാനുള്ള ഇന്ധനം അവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ എന്താ ഈ നടക്കുന്നത് എന്ന് നോക്കൂ. അപ്പോൾ ഇത് രൂക്ഷമായിട്ട് കൂടുതലായിട്ട് ആളുകൾ വരും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇതിൻ്റെ ലോകത്തിൻ്റെ ഗതി മനസ്സിലാക്കാൻ ഉതകുന്നൊരു കാര്യം വീണ്ടും നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കുകയാണ്. പാവപ്പെട്ടവർക്ക്, ദരിദ്രരായ മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് ഈ യുദ്ധത്തിൽ ഒരു പങ്കുമില്ല. ഒരു കടുകിട പങ്കില്ല അവർക്ക് ഈ യുദ്ധത്തിലൊന്നും. ഈ യുദ്ധത്തിൽ പങ്കുള്ളത് സമ്പന്ന രാഷ്ട്രങ്ങൾക്കും സമ്പന്നരായിട്ടുള്ള ആളുകൾക്കും എലീറ്റ് ജീവിതം ജീവിക്കുന്ന ഈ ഭരണാധികാരികൾക്ക് മാത്രമാണ്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാൻ പോകുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരായിരിക്കും. അപ്പോൾ എത്രയോ കാലമായിട്ട് ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല എന്ന് മനുഷ്യർ തള്ളിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുക, തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുക പോലുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസാരിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വീണ്ടും എമർജ് ചെയ്ത് വരികയാണ്. എന്നുവെച്ചാൽ ഇതാണ് ആത്യന്തികമായ യാഥാർത്ഥ്യം. എന്താണ് ലോകത്തിൻ്റെ ആത്യന്തികമായ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇതാണ് എന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സംഘടനകളും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് ഇക്കാര്യം ഏറ്റെടുത്ത്. ഇപ്പോൾ ഞാൻ നേരത്തെ എം വി ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അതിൽ അദ്ദേഹം ഗോവിന്ദ മാഷ് പറയുന്നുണ്ട്, അതായത് ഈ നമ്മുടെ നാട്ടിൽ തന്നെ പല അനാഥാലയങ്ങൾക്കും മറ്റും സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പക്ഷേ ഇപ്പോൾ ഗ്യാസ് ക്ഷാമം ഉണ്ടായിട്ട് അത്തരം സ്ഥാപനങ്ങളിൽ
ഈ പറയുന്ന ഭക്ഷണം മുടങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നാട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഗോവിന്ദ മാഷ് പറഞ്ഞായിട്ടാണ് ഞാൻ കേട്ടത്. അത് കോൺഗ്രസിൻ്റെ ആളുകളും പറയണം, BJPയുടെ ആളുകളും പറയണം. അതായത് അവരവരുടെ ആളുകളോട് പറയണം, നിങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ DYFIക്കാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും പിന്നെ BJPക്കാരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഈ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇന്ധന പ്രതിസന്ധി ഭക്ഷണം എത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം സഹായിച്ച് നിൽക്കേണ്ടുന്ന ഒരു കാലത്തിലേക്ക് പോയിരിക്കുകയാണ്. അക്കാര്യം ചെയ്യണം. തെരഞ്ഞെടുപ്പ് തിരക്കുകളിൽ മാത്രമായി പോകരുത്. ഇത് പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ. പക്ഷേ ഇത് പെട്ടെന്ന് അവസാനിക്കുകയില്ല എന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. അതെ, തീർച്ചയായും. അതായത് ഇതിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ആലോചനയെ കൊണ്ടുചെന്ന് നിർത്തേണ്ടത്. കാരണം ഇത് പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. അപ്പം വേണ്ട കരുതൽ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമുള്ള ആലോചന വേണം. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് വലിയ പ്രശ്നമല്ല, പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമേ ഉള്ളൂ, ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട്, അങ്ങനെ LPG ക്ഷാമം കാര്യമായി ഇല്ല എന്നൊക്കെയാണ്. ഇത് നമ്മളെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കാനൊരു സംഘമുണ്ട്. ഇന്നിപ്പോൾ ഞാനൊരു ബൈറ്റ് കണ്ടു. ഒരു ഹോട്ടൽ ഉടമ പറയുന്നുണ്ട്, ഇവിടെ പ്രശ്നമാണ്, ഉച്ചയ്ക്ക് ഊണുണ്ടാക്കാൻ പറ്റിയിട്ടില്ല, പ്രതിസന്ധിയിലാണ് എന്ന്. പക്ഷേ അവിടെ സ്വാഭാവികമായും ഈ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 3 പേര് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാൻ പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ ചാനലുകാരെല്ലാവരും കൂടെ പറയുന്നത് കൊണ്ടൊക്കെയാണ് കപ്പലുകൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 കപ്പൽ ഇപ്പോൾ അവിടെ നിന്ന് മറ്റേ പരിമളും പുഷ്പകും പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം എണ്ണ എത്തും, ഒരു പ്രശ്നവും ഇല്ല ഇവിടെ എന്ന് അവർ പറയുന്നത്. അപ്പം ഈ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, അപ്പം ഇവിടെ ഊണുണ്ടോ? അല്ല, ഊണില്ല, അതിപ്പം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഊണില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇത്തരം പരിഹാസ്യവും കൗതുകവുമായ രംഗങ്ങൾക്ക് കൂടി നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എന്നുള്ളത് ഓർക്കണം. തനിഷ്, ഇതിനകത്ത് പ്രശ്നം ഈ യുദ്ധം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കില്ല. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, പുതിയ ആയത്തുള്ളയെ ആക്രമിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു, അംഗഭംഗം വന്നിട്ടുണ്ട് എന്നത് ഇറാനെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരുതാനുള്ള ഊർജ്ജം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കില്ല. ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഈ ഖുദ്സ് റാലിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ആ റാലിയിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഈ അലി ലറിജാനിയും അബ്ബാസ് അരാക്ചിയും അടക്കമുള്ള ആളുകൾ റോഡിലിറങ്ങി നടക്കുകയാണ്. ഇനി റോഡിലിറങ്ങി നടക്കുമ്പോൾ ഇവർ ഒളിച്ചും പാത്തും നടക്കുകയാണോ? അല്ല, ഈ ഖുദ്സ് റാലിക്ക് നേരെ മിസൈൽ വന്ന് വീണിട്ടുണ്ട്, ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഇറങ്ങി നടക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് ഭീതി എന്നുള്ളത് അല്ലെങ്കിൽ ഭയം എന്നുള്ളത് അവരെ ആ നിലയ്ക്ക് ബാധിക്കുന്നില്ല. കാരണം രക്തസാക്ഷിത്വത്തിലേക്ക് പോകുന്നതിന് മടിയില്ലാത്ത ഒരു വിഭാഗമാണത്, ഒരു സംഘമാണത്. മീനിനെ വെള്ളത്തിൽ മുക്കി കൊന്നുകളയാം എന്ന് വിചാരിക്കുന്ന പോലെയാണ് ഇവരെ രക്തസാക്ഷിത്വം പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അത് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെയാണ്, അങ്ങനെ ഭയപ്പെടുത്തി ഇവരെ കീഴ്പ്പെടുത്താമെന്ന് കരുതാനാവില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഈ ഇന്ധന കയറ്റുമതിയുടെ കാര്യത്തിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുക. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. ഇത് പല തരത്തിലുള്ള വാർത്തകൾ, തെറ്റായ വാർത്തകളിലൂടെ പ്രചരിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇന്ത്യൻ ഫ്ലാഗുള്ള 2 കപ്പലുകൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് ഇത് കടന്നിട്ടുള്ളൂ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇത് ഇന്ത്യൻ ഫ്ലാഗിലല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വെസൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പുഷ്പക് എന്ന് പറയുന്ന കപ്പൽ വരുന്നത് കുക്സ് ഐലൻഡിൻ്റെ ഫ്ലാഗുമായിട്ടാണ് അവിടെ നിന്ന് കടന്നു വരുന്നത്. അങ്ങനെയാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ. നമ്മളതിൻ്റെ വസ്തുത പരിശോധിക്കുമ്പോൾ, ഇതിൻ്റെ ട്രാക്കിംഗ് സൈറ്റുകളിലൊക്കെ പോയി പരിശോധിക്കുമ്പോൾ കുക്സ് ഐലൻഡിൻ്റെ ഫ്ലാഗുമായിട്ട് പുഷ്പക് ഇപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. എപ്പോൾ കടന്നു എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് അങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് എത്തിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രിയും ഇറാൻ്റെ പ്രസിഡന്റുമായി ഒരു ചർച്ച നടന്നു എന്ന് കേൾക്കുന്നു. ആ വിഷയത്തിലും ഇറാൻ ആ കാര്യത്തിൽ നിഷേധിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യാശയുടെ സാഹചര്യമൊന്നും നമുക്ക് മുന്നിലില്ല. നമ്മളിതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടത്. കൊച്ചിയിൽ 2500 ഹോട്ടലുകൾ അടച്ചുപൂട്ടി. നമ്മുടെ ക്യാൻറ്റീൻ്റെ അവസ്ഥ അറിയാമല്ലോ നമുക്ക്. ഇപ്പോൾ അവിടെ ജ്യൂസും ബ്രെഡും മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓംലെറ്റും മാത്രമാണ് കിട്ടുന്നത് എന്നുള്ള നിലയിലേക്കൊക്കെ പരിമിതമായ സംഗതികളിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങി എന്നുള്ളതാണ് നമ്മുടെ അടക്കം അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയെ മനസ്സിലാക്കി അതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടത്. ഇന്ത്യ ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട്. കാരണം ഇന്ത്യയുടെ മോശം വിദേശ നയം കൂടിയാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഈ യുദ്ധം ആരംഭിക്കുന്നു, ഒരുപക്ഷേ ഈ കാലത്ത് ഏറ്റവും നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഗുരുതരമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇസ്രായേലിന് പിന്തുണയുമായി അവിടെ ഫാദർലാൻഡാണെന്ന് പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെ പരിഹാസ്യമായ കമൻറ്റുകൾ ഈ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഇത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നല്ല വരുന്നത്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നല്ലേ വരുന്നത്. ഇത് ഫാദർലാൻഡാണ്. ആരാ ഫാദർ? ഈ ഇസ്രായേൽ ഫാദർലാൻഡാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരാണ് ഇവിടെ ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് അങ്ങനെ പിന്തിരിഞ്ഞ് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം
ഇറാൻ ഇങ്ങനെ ഇറാഖിനെ ആക്രമിച്ചതുപോലെ അല്ലെങ്കിൽ ലിബിയയെ ആക്രമിച്ചതുപോലെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താവുന്ന ഒരു സംഗതിയാണ് എന്ന് ധരിച്ചത് ഡൊണാൾഡ് ട്രംപിൻ്റെ അബദ്ധമാണ്. അത് ആ കാര്യത്തിൽ നെതന്യാഹുവിന് ഒരു ധാരണ കാണും, പക്ഷേ ഡൊണാൾഡ് ട്രംപ് അതിൽ പോയി ചെന്ന് വീണു കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതിനു മുമ്പ് ഇറാൻ ഈ 10-40 കൊല്ലം കൊണ്ട് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളത് വ്യക്തമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തെ എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് വഴി ഈ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, എണ്ണ ടാങ്കറുകൾക്ക് അകമ്പടി പോകും എന്ന് അമേരിക്ക തന്നെ ഒരു സമയത്ത് പറഞ്ഞു. എന്നിട്ട് നൈസായിട്ട് ആ ട്വീറ്റ് പിൻവലിച്ചു. കാരണം എന്താണ്, ഇതുകൊണ്ട് ലോകത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നറിയോ? ഇങ്ങനെ അമേരിക്ക പ്രഖ്യാപിക്കുമ്പോൾ എണ്ണവില ഈ പറഞ്ഞതുപോലെ എന്താണ്, സ്വാഭാവികമായും എണ്ണവിലയ്ക്ക് ഒന്ന് പിടിച്ചു നിർത്തുന്ന സ്ഥിതി ഉണ്ടാവും. പക്ഷേ ആ ട്വീറ്റ് പിൻവലിച്ച് അമേരിക്കയ്ക്ക് ഓടേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ എന്താണ് ഹോർമുസിൽ സംഭവിക്കുക എന്നുള്ളത് ഉറപ്പിക്കാനാവാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ട്. അതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ ഈ പുറത്തു വരുന്ന വാർത്തകൾ പലതും വ്യാജമാണ്. ഇവിടേക്ക് ഇനി എണ്ണയുടെ ഒഴുക്കിങ് നടക്കാൻ പോവുകയാണെന്ന് പറയുന്നത് വ്യാജമാണ്. എളുപ്പത്തിൽ റഷ്യയിൽ നിന്ന് ഇതെല്ലാം കൊണ്ടുവന്നേക്കാമെന്ന് കരുതുന്നത് വ്യാജമാണ്. ഇതിൽ വിലക്കുറവിൽ ഇതെല്ലാം കിട്ടുമെന്ന് കരുതുന്നത് വ്യാജമാണ്. അങ്ങനെ വ്യാജമല്ലാത്തതായിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ പ്രകാരത്തിൽ ഇപ്പോൾ വ്യാജമല്ലാത്തത് 2500 ഹോട്ടൽ കൊച്ചിയിൽ അടച്ചുപൂട്ടി എന്നുള്ളതാണ് വ്യാജമല്ലാത്ത ഒരു വാർത്ത. പ്രധാനപ്പെട്ട പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. നമ്മൾ ആ നിലയ്ക്ക് പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്ത. എന്ന് വെച്ച് ആളുകളെല്ലാം പോയി പെട്രോൾ പമ്പിൽ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. കാരണം പെട്രോളിനും ഡീസലും ഇപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ക്ഷാമമില്ല, അതിൻ്റെ കരുതലുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പശ്ചിമേഷ്യ അശാന്തിയിൽ തുടരുന്നതിന് ഇന്ത്യ രാജ്യത്തെ ആകെ പിടിച്ചുലയ്ക്കുന്ന കാഴ്ചയാണ് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തെയും നോട്ട് നിരോധന കാലത്തെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ രാജ്യത്തെ ജനങ്ങളാകെ പരിഭ്രാന്തിയിലായ കാഴ്ചയും നമ്മൾ കണ്ടു. കുറഞ്ഞ ദിവസത്തേക്ക് മാത്രം പാചകവാതകം സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതായത് ഇറക്കുമതി ചെയ്യുന്ന പാചകവാതകം വിതരണം ചെയ്യുന്നു എന്നതൊഴിച്ചാൽ കപ്പലുകളുടെ വരവ് നിലയ്ക്കുന്നതോടെ രാജ്യം സ്തംഭിക്കും എന്നർത്ഥം. അതിൻ്റെ ആദ്യ സൂചനയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നത് LPGയിലാണെങ്കിൽ നാളെ അത് പെട്രോളിലേക്കും ഡീസലിലേക്കുമൊക്കെ പതുക്കെ വ്യാപിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധമാകെ കൈവിട്ട സ്ഥിതിയിലാണുള്ളത്. സാക്ഷാൽ ട്രംപ് പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് യുദ്ധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 4 ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന് ട്രംപ് പറഞ്ഞ സംഘർഷമാണ് 14-ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. അതായത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പമല്ല എന്ന് സാരം. യുദ്ധം ഇങ്ങനെ തുടരുന്നത് നമ്മളെ ഓരോരുത്തരെയും ഇപ്പോൾ തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ സംഘർഷം നമ്മളെ മാറ്റിയെടുത്തു. വീട്ടുമുറ്റത്ത് ബോംബ് വീണല്ലെങ്കിലും യുദ്ധം നമ്മളെ ബാധിക്കും എന്ന് സാരം.